ഗുഡ് മോർണിംഗ് ഓൾ. എല്ലാ ദിവസവും രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കിടക്കാം. അങ്ങനെ നിഫ്റ്റി ഇന്നലെ ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്തതിന് ശേഷം മാർക്കറ്റ് ഫോളോ ചെയ്തു. പിന്നീട് അതിശക്തമായ രീതിയിൽ മുന്നോട്ട് പോയി 24,300 മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു. സെൻസെക്സ് 940 പോയിൻറ്റിന് മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു. ഗംഭീരമായിട്ടുള്ള റാലിയാണ് ഇന്നലെ ഉണ്ടായിരുന്നത്. പ്രധാനമായിട്ടും ഈ US ഇറാൻ പോസിറ്റീവായിട്ടുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. പ്രശ്നങ്ങൾ ലഘൂകരിക്കുന്ന കാര്യങ്ങൾ പോകുന്നുണ്ടെന്നുള്ള ഒരു ഒപ്റ്റിമിസം, ആ ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സാണ് ഇന്ത്യൻ മാർക്കറ്റ് മാത്രമല്ല ഗ്ലോബൽ മാർക്കറ്റ് ഒന്നടങ്കം അതിശക്തമായ രീതിയിൽ മുകളിലേക്ക് പോയത്. ക്രൂഡ് ഫോളായി. ഇന്നലെ ഇന്ത്യ വിക്സ് 8% ക്രാഷായി. US വിക്സ് ക്രാഷായി. US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികൾ പോസിറ്റീവാണ്. നിഫ്റ്റി ഇപ്പോൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ഓപ്പണിംഗ് ആണ്. ഇന്നലെ ഈവൻ FIS സെല്ലേഴ്സ് ആയിരുന്നു കേട്ടോ. FIS ഇന്നലെ സെല്ലേഴ്സ് ആയിരുന്നിട്ട് കൂടിയും മാർക്കറ്റ് ഗംഭീരമായിട്ടുള്ളൊരു സ്പൈക്ക് രേഖപ്പെടുത്തിയ കാഴ്ച കണ്ടു. ഗ്ലോബൽ മാർക്കറ്റ് കണ്ടുവരാം. ഏറ്റവും താഴെ നാസ്ഡാക്ക് 2%, ഡോ 1%, UK, ഫ്രാൻസ്, ജർമ്മൻ മാർക്കറ്റുകൾ 2%-ന് മുകളിലും റാലി രേഖപ്പെടുത്തി. ഏറ്റവും ടോപ്പിലേക്ക് ഇനി പോകുകയാണെങ്കിൽ ഗോൾഡ് 4,710, സിൽവർ, കൂടാതെ ബ്രൻഡ് ബിറ്റ്കോയിൻ 81,000, ബ്രൻഡ് കാണാം 102. നിഫ്റ്റി 24,500 റേഞ്ചുകളാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഡോ ഫ്യൂച്ചറും നാസ്ഡാക്ക് ഫ്യൂച്ചറും ഫ്ലാറ്റായിട്ട് നിലകൊള്ളുന്നുണ്ട്. ഇത് US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളാണ്. വിപ്രോയും ICICI ബാങ്കും HDFC എല്ലാം തന്നെ ഗംഭീരമായിട്ടുള്ള രീതിയിൽ പോസിറ്റീവായ രീതിയിൽ ക്ലോസ് നടത്തിയിട്ടുണ്ട്. ഇന്ന് ഒരുപാട് കമ്പനീസിൻ്റെ റിസൾട്ട് ഉണ്ട്. ഭാരത് ഫോർജിൻ്റെ റിസൾട്ട്, ബയോകോൺ, ഡാബർ ഇന്ത്യ, ലുപ്പിൻ, MRF, പിഡിലൈറ്റ് ഇൻഡസ്ട്രീസ്, തെർമാക്സ്, സൊനാറ്റ സോഫ്റ്റ്വെയർ. ഇത് മാത്രമല്ല, അത് മാറ്റി നിർത്തിയാൽ ഒരുപാട് കമ്പനീസിൻ്റെ റിസൾട്ട് ഇന്ന് വരുന്നുണ്ട്. അപ്പോൾ റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള മാർക്കറ്റ് അല്ല ആക്ച്വലി ഉള്ളത്. വാർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള മാർക്കറ്റാണ്. വാർ ബേസ്ഡ് ആയിട്ടുള്ള ന്യൂസുകളാണ് മാർക്കറ്റ് മുന്നോട്ടൊക്കെ നയിക്കുന്നത്. അത് പണ്ടൊക്കെ ഓവർനൈറ്റ് ആയിരുന്നു ഈ ഒരു ഗ്യാപ്പ് അപ്പ് ഗ്യാപ്പ് ഡൗണും പെട്ടെന്നുള്ള മാർക്കറ്റിൻ്റെ ഒരു നിഫ്റ്റി ഇൻഡിക്കേറ്റ് ചെയ്യുന്ന വലിയൊരു ഓപ്പണിംഗ് അങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത് മാർക്കറ്റ്. പക്ഷേ ഇപ്പോൾ അതല്ല. മാർക്കറ്റ് ടൈമിൽ തന്നെ മാർക്കറ്റ് ശക്തമായ രീതിയിൽ ഒരു 2 ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യുക രീതിയിലാണ് മാർക്കറ്റിൻ്റെ പോക്ക്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ സസ്റ്റെയിൻ ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ആളുകൾക്ക് അതൊരു വലിയൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. കാരണം ഇപ്പോൾ യുദ്ധം എപ്പോഴും ഉണ്ടാവില്ല. യുദ്ധം സ്റ്റേബിൾ ആകുമ്പോൾ ഈ ദിവസങ്ങളിലെ നമ്മുടെ എക്സ്പീരിയൻസ് മുന്നോട്ട് നമുക്കത് ഒരു ട്രേഡർ എന്ന നിലയിൽ വളരെയധികം ഗുണം ചെയ്യുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനി കുറച്ച് സ്റ്റോക്കുകളുടെ കുറച്ച് വാർത്തകളിലേക്ക് പോകാം. ഇത് ബൈസൽ റെക്കമെൻഡേഷൻ അല്ല. ആദ്യം ഗോദ്രേജ് കൺസ്യൂമർ കമ്പനിയാണ്. 9.7% ഇയർ ഓൺ ഇയർ നെറ്റ് പ്രോഫിറ്റ് വർധനവ് രേഖപ്പെടുത്തി 452 കോടി രൂപ. 412 കോടി രൂപയിൽ നിന്നാണ് പ്രോഫിറ്റ് ഉയർന്നത്. ബജാജ് ഓട്ടോ നെറ്റ് പ്രോഫിറ്റ് 34% ഇയർ ഓൺ ഇയർ വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ബജാജ് ഓട്ടോ. കൂടാതെ തന്നെ അടുത്ത കമ്പനി പേടിഎം ആണ്. പേടിഎം നെറ്റ് പ്രോഫിറ്റ് 184 കോടി രൂപയാണ്. കഴിഞ്ഞ തവണ 540 കോടി രൂപ ലോസ് ഉണ്ടായിരുന്ന കമ്പനിയാണ്. ബ്ലൂ സ്റ്റാർ ലിമിറ്റഡ് കമ്പനി, ഇവർ റെഫ്രിജറേഷൻ കമ്പനിയാണ്. 17% ഇയർ ഓൺ ഇയർ നെറ്റ് പ്രോഫിറ്റിൽ വർധനവുണ്ടാക്കി. 194 നിന്ന് 227 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. ശ്രീ സിമൻറ്റ് 4.3% നെറ്റ് പ്രോഫിറ്റിൽ ഒരു കുറവുണ്ടായി. 556 നിന്ന് കമ്പനി 532 പ്രോഫിറ്റ് ചെറിയ തോതിൽ കുറഞ്ഞു. ഗ്രേവ്സ് കോട്ടൺ കമ്പനി ഏകദേശം 6% ഇയർ ഓൺ ഇയർ നെറ്റ് പ്രോഫിറ്റിൽ കുറവാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. 24 നിന്ന് 22 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് കുറഞ്ഞു. PB ഫിൻടെക് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 54% ഇയർ ഓൺ ഇയർ ഉയർന്നു. 170 നിന്ന് 261 പ്രോഫിറ്റ് ഉയർന്നിട്ടുണ്ട്. റാഡിക്കോ കെയ്ത്തൻ, ഇവർ പ്രധാനമായിട്ടും ആൽക്കഹോളിക് ബിസിനസ് ചെയ്യുന്ന കമ്പനിയാണ്. ഇവർ നെറ്റ് പ്രോഫിറ്റ് 92 നിന്ന് 179 കോടി രൂപയിലേക്ക് ഉയർന്നു. കെൻസായി നെറോലാക്ക് പെയിൻറ്റ് കമ്പനിയാണ്. ഏകദേശം ഒരു 3% ഇയർ ഓൺ ഇയർ നെറ്റ് പ്രോഫിറ്റിൽ വർധനവ് രേഖപ്പെടുത്തി കമ്പനി. സാഗ്ലി പ്രീപെയ്ഡ് കമ്പനി, ഇവർ ഒരു സുപ്രീം ഇൻഡസ്ട്രീസ് ആയിട്ട് ഒരു ജോയിൻറ്റ് വെഞ്ചർ കോൺട്രാക്റ്റ് സൈൻ ചെയ്തു. ബിർള സോഫ്റ്റ് നെറ്റ് പ്രോഫിറ്റ് 44% വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ന്യൂജൻ സോഫ്റ്റ്വെയർ കമ്പനി 145 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു.
മഹേന്ദ്ര ലൈഫ് സ്റ്റൈൽസ് കമ്പനി മുംബൈയിൽ ഒരു ലക്ഷറി പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട്. മുത്തൂറ്റ് മൈക്രോഫിൻ 400 കോടി രൂപ ലോസ് ഉണ്ടായ കമ്പനി ഇത്തവണ 71 കോടി രൂപ പ്രോഫിറ്റിൽ ആയിട്ടുണ്ടെന്നുള്ള ന്യൂസ് ഉണ്ട്. ഓപ്പൺ ഇൻട്രസ്റ്റ് പരിശോധിക്കാം. സ്പോട്ടുള്ളത് 24,450 PCR 1 മുകളിലാണ്. കൂടുതൽ ആളുകൾ പുട്ട് ഷോർട്ട് ചെയ്തിട്ടുണ്ട്. പൊതുവേ ഒരു ബുള്ളിഷ്നെസ് ഓപ്ഷൻ റൈറ്റേഴ്സിന് അത് ഫീൽ ചെയ്യുന്നുണ്ടെന്നുള്ള രീതിയിലാണ് മാർക്കറ്റിൻ്റെ ഇപ്പോഴത്തെ നിൽപ്പ്. വൈകിട്ട് കാണാം. എല്ലാവർക്കും ശുഭദിനം. താങ്ക് യു.